131 വാർഡുകളിലാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 17 സീറ്റിൽ UDF-ഉം 11 സീറ്റിൽ LDF-ഉം 3 സീറ്റിൽ BJP-യും വിജയിച്ചു. തൃശൂരിലെ നാട്ടിക പഞ്ചായത്തും ഇടുക്കിയിലെ കരിമണ്ണൂർ പഞ്ചായത്തും പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തും LDF-ന് നഷ്ടമായി. നാട്ടികയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥി P. വിനു 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഘോഗലെ വാർഡ് CPM-ൽ നിന്ന് പിടിച്ചെടുത്തത്. കരിമണ്ണൂരിലെ പന്നൂർ വാർഡിൽ 177 വോട്ടിനാണ് കോൺഗ്രസിലെ AN ദിലീപ് കുമാർ CPM സ്ഥാനാർത്ഥിയെ തറപ്പറ്റിച്ച് വാർഡ് പിടിച്ചത്. തച്ചമ്പാറയിലെ കോഴിയോട് കോൺഗ്രസ് സ്ഥാനാർത്ഥി അലി തേക്കത്ത് CPI-യിൽ നിന്ന് വാർഡ് പിടിച്ചെടുത്തത് 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസ് M പിടിച്ചെടുത്തത് LDF-ന് ആശ്വാസമായി. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. LDF-ൽ നിന്ന് പലയിടത്തും വാർഡുകൾ പിടിച്ചെടുക്കാനായി. 3ഇടത്ത് LDF-ന്റെ ഭരണം അവസാനിച്ചു. 2025 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഊർജ്ജം പകരുന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും VD സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.